ഫുഡൊന്നും കഴിക്കാതെയും ആരോടും അധികം സംസാരിക്കാതെ ഇരിക്കുന്ന ഗബ്രീനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രാവിലെ ആയപ്പോൾ കൂടുതൽ തകർന്നിരിക്കുകയാണ് ഗബ്രിക്ക് ഇമോഷണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നലെ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ. ശരിക്കും ഒരാളിൽ മാത്രം കുറ്റം ആരോപിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. അതിനുശേഷം രാവിലെ ജാസ്മിൻ വിളിക്കുന്നുണ്ട്, വരാൻ ആദ്യം തയ്യാറാവുന്നില്ല. എന്നിട്ട് ജാസ്മിൻ അടുത്ത് വന്നിരിക്കുന്ന ഗബ്രീനെ കാണാം. എന്നാൽ അടുത്ത് വന്നിരിക്കുന്ന ഗബ്രി സംസാരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് താടിയിൽ കൈ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അവിടെ ഒരു ബഹളം ഉണ്ടാക്കി പൊട്ടിത്തെറിച്ച് ആളെ കൂട്ടി ജാസ്മിൻ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നുണ്ട്. രാവിലെ മുതൽ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ പോലും ചെയ്യാതിരിക്കുകയാണ് ഗബ്രി. എന്നാൽ ജാസ്മിൻ രാവിലെ തന്നെ ആഹാരമൊക്കെ കഴിച്ചു. അവിടെ പുറത്തിരുന്ന് എനിക്ക് ക്വിറ്റ് ചെയ്യണം, എനിക്ക് പോകണം, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞായിരുന്നു അലറിക്കരഞ്ഞുകൊണ്ടിരുന്നത് ജാസ്മിൻ. കൺഫെഷൻ റൂമിന്റെ അകത്ത് പോയതിനു ശേഷം ബിഗ് ബോസിനോട് എനിക്ക് പറ്റുന്നില്ല എന്ന് മാത്രമേ ജാസ്മിൻ പറയുന്നുള്ളൂ. എന്നാൽ എനിക്ക് ക്വിറ്റ് ചെയ്യണം എന്ന് ജാസ്മിൻ പറയുന്നില്ല. ശരിക്കും ജാസ്മിന് അത്രയും മാനസികമായ പ്രഷർ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായും ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞേനെ. ഒരു സൈക്കാട്രിസ്റ്റുമായി മീറ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം പുറത്തിരുന്ന സിബിൻ ഗബ്രിയോട് സംസാരിക്കുന്നു. പക്ഷെ ഗബ്രി ഒന്നും സംസാരിക്കുന്നില്ല. മെന്റലി ഹെൽപ്പ് ഇപ്പൊ ആവശ്യം ഗബ്രിയാണ്. എന്തുകൊണ്ടാണ് ഗബ്രിയെ ബിഗ് ബോസ് വിളിക്കാത്തത് കൺഫെഷൻ റൂമിലേക്ക് എന്ന് സിബിൻ പറയുന്നുണ്ട്. രാത്രി മുതൽ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന ഗബ്രി അവിടെ തല കറങ്ങി വീഴാണ്. എല്ലാരും വന്ന് ഗബ്രിയെ പിടിച്ചു പൊക്കി എടുക്കുന്നുണ്ട്. ഒരു മെഡിക്കൽ എമർജൻസി ആണ്.